ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ആ നന്നായി പോയി എന്ന് പറയുന്ന രാഷ്ട്രീയ ദുഷ്ടത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ അപകടം പറ്റി കിടക്കുമ്പോഴും ചിരിക്കുന്ന ഇമോജികൾ ഇടുന്ന ആളുകൾ മലയാളികൾക്കിടയിൽ ഇന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോലൊരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കമൻറ്റുകൾ ഇട്ടത് ആരെന്നോ അവരുടെ ഉദ്ദേശം എന്തെന്നോ അറിയാതെ ആരൊക്കെയോ ഇട്ട കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർ പാർട്ടി അനുഭാവികളോ മറ്റോ ആണെങ്കിൽ പാർട്ടി അവരെ ഒരിക്കലും നിങ്ങളെപ്പോലെ ചേർത്ത് പിടിക്കില്ല, തള്ളിപ്പറയുക തന്നെ ചെയ്യും. അതിനുള്ള ആർജവം ഈ പാർട്ടിക്കുണ്ട്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ഇഫ് യു റെസ്പെക്റ്റ് മീ ഐ വിൽ റെസ്പെക്റ്റ് യു എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പോളിസി. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ സഖാക്കളുടെ മേൽ കെട്ടിവെച്ച് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാമെന്ന ഒരു കോൺഗ്രസ്സുകാരനും ഒരു സംഘിയും വിചാരിക്കേണ്ട. കുലംകുത്തി, പരനാറി, നികൃഷ്ടജീവി, ആറാട്ടുമുണ്ടൻ, ശുംഭൻ, നിങ്ങളുടെ നിഘണ്ടുവിലെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെയാണ് ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. രാഹുലെ, മര്യാദയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതാദ്യം സ്വയം ഉണ്ടോ എന്ന് വിലയിരുത്തുക. സഖാവ് കുഞ്ഞനന്തൻ ചത്തു എന്ന് പറഞ്ഞത് ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് സ്വയം നന്നായിട്ട് സഖാക്കളെ നന്നാക്കാൻ ഇറങ്ങിയാൽ മതിയാകും. ഇനി ഒരു കാര്യം കൂടി, എതിർ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ മരണപ്പെട്ടാൽ ആഘോഷിക്കുന്ന ഈ ഒരു ഏർപ്പാട് തുടങ്ങിയത് ആരാണ്? അല്പം ചരിത്രം അറിയുന്നവർക്കറിയാം, ഈ പണി തുടങ്ങിവെച്ചത് ഇവിടുത്തെ വലതുപക്ഷ മുന്നണി പോരാളികളാണ്. വി.ടി. ബൽറാമും വി.ഡി. സതീശനും കെ. സുധാകരനും റിജിൽ മാക്കുറ്റിയും ഷാഫി പറമ്പിലും മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ പിന്നനേകം സംഘപരിവാർ തീവ്ര മുസ്ലിം ഐഡികൾ വരെ പിന്തുടരുന്ന ഒരു സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി കണ്ട് ഫ്രസ്ട്രേറ്റഡായി അതേ നിലയിൽ പ്രതികരണം നടത്തുന്ന ചുരുക്കം ചിലർ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാവുക? അതെങ്ങനെയാണ് പൊതുവൽക്കരിക്കപ്പെടുകയും വാർത്തയായി മാറുകയും ചെയ്യുക? ഓർക്കുക, മുൻപ് പറഞ്ഞവന്മാർക്കുള്ള പ്രിവിലേജ് എങ്ങനെയാണ് ഇവിടെ ഇല്ലാണ്ടാവുന്നത്. വി.ടി. ബൽറാമും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അവരുടെ പിന്നണി ആളുകളും പറയുന്ന മനുഷ്യ വിരുദ്ധതയൊന്നും ചർച്ചയാകാതിരിക്കുകയും ഏതോ പേരില്ലാത്ത ഐഡികൾ വഴി വരുന്നത് സഖാവാണെന്ന് പറയുകയും അത് വൻ ചർച്ചയാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കെ. സുധാകരനും വി.ഡി. സതീശനും വി.ടി. ബൽറാമും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രസരിപ്പിക്കുന്ന നൃശംസത ഈ നാടിന് അനുഗുണമാണോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ക്ലാസ് എടുക്കൂ. ഉമാ തോമസ് എത്ര വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ നാടിൻ്റെ സർവ്വസന്നാഹവും ഉപയോഗിക്കപ്പെടുത്തുകയും അവരുടെ തിരിച്ചുവരവിനായി പ്രയത്നിക്കുകയും ചെയ്യും. അത് ഇടതുപക്ഷത്ത് നിൽക്കുന്നവരുടെ ഉറപ്പാണ്. കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമൊക്കെ ഏറ്റവും വിഷമമുള്ള ഒരു ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമൊക്കെ ഏറ്റവും വിഷമമുള്ള ഒരു ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. സൈലൻറ്റ് കില്ലർ എന്നൊക്കെ ഇതിന് വിളിപ്പേരുകൾ പോലുമുണ്ട്. അങ്ങനെയുള്ള അസുഖം ബാധിച്ച് ചികിത്സയിലുള്ളപ്പോഴാണ് കെ. സുധാകരൻ കോടിയേരിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ ഇങ്ങനെ എഴുതിയത്. അസഹനീയമായ ചികിത്സ കാരണമാകാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറുക്ക് അനുഭവപ്പെടുന്നു. വയ്യാത്തത് കാരണം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് ഒരു വിക്കറ്റ് വീണു എന്നാണ്. ഗുണ്ടാകാരനും പറവൂർ തൊപ്പിയുമൊന്നും നമ്മുടെ രാഷ്ട്രീയ പാഠപുസ്തകങ്ങളാകാതെ നോക്കേണ്ട രാഷ്ട്രീയ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. തൃക്കാക്കര എം.എൽ.എ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങട്ടെ.